ഏട്ടനിവിടെ മീൻ വെട്ടുന്നു. ചൂരമീനാണേ. ഭയങ്കര മഴയാണ് കൂട്ടുകാരെ, ഭയങ്കര മഴ. ഇപ്പോൾ ഒന്ന് ശമിച്ചു. നല്ല മഴയായിരുന്നു. മോള് മീൻകറിക്കുള്ള ചുമന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ എടുക്കുന്നു. അങ്ങനെ മീൻകറിക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും കടുക് ഉലുവ ഇതെല്ലാം ഇട്ട് വഴറ്റിയെടുക്കുകയാണ് കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുത്തു കൂട്ടുകാരെ. അപ്പോൾ അങ്ങനെ അരപ്പ് വേകാനായിട്ട് നമ്മൾ കുറച്ച് നേരം അങ്ങനെ എണ്ണയിലിട്ട് നന്നായിട്ട് ഇളക്കി അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം, ചെറിയ തീയായിട്ട്. പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്നുകൂടെ വഴറ്റി കുറുക്കി എടുത്തു. അതിനുശേഷം മീൻകറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു നല്ല കല്ലുപ്പിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ കഷ്ണിച്ച് വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ഇട്ട് കൊടുത്തു. പിന്നീട് കറിവാഴയ്ക്കായും മുരിങ്ങയ്ക്കായും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് ഇളക്കി അതിനുശേഷം നമ്മൾ മീൻപുളി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളത് അടച്ച് വെച്ചു. അരപ്പ് ഒന്ന് ചെറുതായിട്ട് വേവാനായിട്ട്. വെന്ത ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ, അപ്പോൾ അതിലേക്ക് 2 മീൻപുളി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി അവരെ ഒന്ന് വേകാൻ വെച്ച് കൊടുത്തു. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഒരുവിധം വെന്ത് തിളച്ച് തുടങ്ങി. അപ്പോൾ അതിലേക്ക് പകുതി ഇങ്ങനെ വേവായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയില ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് വെന്ത് ഒന്ന് വറ്റാനെ കൊണ്ട് കുറച്ച് സമയം കൂടെ ഒന്ന്. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ വെന്തു. കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം.